സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷനുകളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്. നമുക്കറിയാവുന്ന ഫംഗ്ഷനുകളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്. നമുക്കറിയാവുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് സൈൻ ഫംഗ്ഷൻ അറിയാം, സൈൻ AT. കോസ് ഫംഗ്ഷൻ അറിയാം, കോസ് AT. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അറിയാം, e⁻AT. പിന്നെ ടിയുടെ പവർ ടേംസ് t², t³, t⁻⁴, t⁻n അങ്ങനെയുള്ള ഫംഗ്ഷനുകളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്, അതാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ആ ഡെറിവേഷനിലോട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണെങ്കിൽ 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണെങ്കിൽ നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? L(f(t) = (0 to ∞) e⁻st f(t) dt. അപ്പോൾ ആ f(t) കൊണ്ട് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? (0 to ∞) e⁻st × 1 dt എന്ന് പറയുന്നത് (0 to ∞) e⁻st dt തന്നെ. അപ്പോൾ e⁻any ഫംഗ്ഷൻ dt അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെ വരും. പിന്നെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് e⁻st/-s ഫ്രം 0 to ∞. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് 1/s ആണ്. സോ 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. സോ ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻-at ലാപ്ലാസ് എന്താണ്? രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? e⁻-at. അതിൻ്റെ ലാപ്ലാസ് എന്താണ്? സോ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയിൽ കൊണ്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? e⁻-at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e⁻-at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് (0 to ∞) e⁻st × e⁻-at dt. അത് എന്തായിട്ട് മാറും? (0 to ∞) e⁻s+a × t dt. നമ്മൾ നേരത്തെ കണക്കിൽ ഒരു കാര്യം പഠിച്ചു. (0 to ∞) e⁻st dt 1/s ആണ്. സോ (0 to ∞) e⁻s+a × t dt എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/s+a ആയിരിക്കും. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ മൈനസിൻ്റെ സ്ഥാനത്ത് ഒരു പ്ലസ് വന്ന്, അതായത് e⁻-atക്ക് പകരം f(t) = e⁻at വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സോ e⁻atയുടെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? (0 to ∞) e⁻st × e⁻at dt. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് (0 to ∞) e⁻s−a × t dt. നിങ്ങൾക്ക് ഇവിടെ കാണാം e⁻s−a × t dt. അവിടെ s+a വന്നപ്പോൾ 1/s+a. അപ്പോൾ ഇവിടെ s-a വരുമ്പോഴോ 1/s-a. സോ e⁻atയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s-aയും e⁻-atയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s+aയുമാണ്. സോ നമുക്കിനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് എങ്ങനെ കണ്ടുപിടിക്കണം. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin AT, cos AT തുടങ്ങിയ ഫംഗ്ഷനുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ ലാപ്ലാസ് കണ്ടുപിടിക്കാം. സോ നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് f(t) = sin AT ആണെങ്കിൽ എൻ്റെ ലാപ്ലാസ് എന്താണ്? സോ f(t) = sin AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ f(t)യുടെ സ്ഥാനത്ത് sin AT കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ (0 to ∞) e⁻st × sin AT dt. ഇനി നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് e⁻at cos BTക്ക് ഒരു ഫോർമുലയുണ്ട്, e⁻at sin BTക്ക് ഒരു ഫോർമുലയുണ്ട്. സോ e⁻at sin BTയുടെ ഫോർമുല എന്ന് പറയുന്നത് e⁻at/a² + b² × a sin BT - b cos BT ആണ്. സോ നമ്മളിവിടെ a എന്താണ് b എന്താണെന്ന് മനസ്സിലാക്കുക. എയുടെ സ്ഥാനത്താണ് -s, ബിയുടെ സ്ഥാനത്താണ് a. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻st - s² + a² × എയുടെ സ്ഥാനത്ത് -s. സോ -s sin AT - a cos AT എന്ന് കിട്ടും. സോ നമ്മൾ ലിമിറ്റ് നമുക്കറിയാം 0 to ∞. 0 to ∞ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -a/s² + a² എന്ന് കിട്ടും. സോ മൈനസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആയിക്കോളും. സോ a/s² + a² ആണ് ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം? sin ATയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി cos ATയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? സോ f(t)യുടെ സ്ഥാനത്ത് നമ്മൾ cos AT കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? (0 to ∞) e⁻s t × cos AT dt. സോ നമുക്ക് മറ്റേ ഫോർമുല എടുക്കാം. (e⁻at cos BT എന്ന് പറയുന്നത് എന്താണ്? a cos BT + b sin BT. നമുക്കറിയാം എയുടെ സ്ഥാനത്ത് -s ആണ്, ബിയുടെ സ്ഥാനത്ത് a ആണ്. കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? -1/s² + a² × -s. മൈനസ് കട്ടാവും. കട്ടാകുമ്പോൾ എന്താവും? s/s² + a².
സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും കോസ് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറുമാണ്. സോ നമുക്കിനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് ടി ടി ആണെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? സോ എഫ് ഓഫ് ടി ടി ആണെങ്കിൽ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഈ ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. സോ നമുക്കറിയാം രണ്ട് ഫംഗ്ഷൻസ്, ടി ഉള്ള രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഇൻ്റഗ്രലിൽ ടി ഉള്ള രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നിൽ നമുക്ക് പ്ലസ് ടുവിൽ പഠിച്ചതുപോലെ ഐലേറ്റ് റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് യു വി റൂളാണ്. സോ യു വി റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, അതായത് ഇൻ്റഗ്രൽ ഓഫ് വി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് യു എടുക്കണം, ഏത് വി എടുക്കണം? ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇല്ലാതാകുന്ന ആരാണോ അയാളെ വേണം നമ്മൾ യു ആയിട്ട് എടുക്കാൻ. സോ ഇവിടെ ഇല്ലാതാകുന്ന ആരാണ്? ടി. കാരണം ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1, സെക്കൻഡ് ഡെറിവേറ്റീവ് 0. സോ നമുക്കിത് യു വി റൂൾ വെച്ച് ചെയ്യുമ്പോൾ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. സോ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു നമുക്ക് കിട്ടിയ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസിൻ്റെ ഇൻ്റഗ്രൽ. സോ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയർ പ്ലസ് മൂന്നാമത് ടേം വരില്ല, കാരണം 1ൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. സോ ഇവിടെ കൊണ്ട് നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. നമ്മുടെ ലിമിറ്റ് എന്താണ്? 0 ടു ഇൻഫിനിറ്റി. നമ്മുടെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s സ്ക്വയർഡ് എന്ന് കിട്ടും. ഈ 1 എന്ന് പറയുന്നത് 1 ഫാക്ടോറിയൽ ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെ 1 ഫാക്ടോറിയൽ ബൈ എസ് സ്ക്വയർഡ് എന്ന് എഴുതാം. എങ്കിൽ ടി സ്ക്വയർഡിൻ്റെ ലാപ്ലാസ് എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ടിയുടെ പവർ എത്രയാണോ അത് തന്നെയാണ് ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുമ്പോൾ ആ നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പർ, അപ്പോൾ +1. സോ ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എൻ ഫാക്ടോറിയൽ, അതേ നമ്പർ തന്നെ, എൻ ഫാക്ടോറിയൽ ബൈ ഡിനോമിനേറ്ററിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ. സോ എന്നിൻ്റെ നെക്സ്റ്റ് നമ്പർ n+1. സോ എസ് റൈസ് ടു n+1. സോ ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n+1 ആണ്. സോ നമുക്കിന്ന് പഠിച്ച കാര്യം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സോ നമ്മളിന്ന് പഠിച്ചത് കോമൺ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട്. സോ കോമൺ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ 6 ഫംഗ്ഷൻസ് ആണ് പഠിച്ചത്. 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1, 2 ഇ റൈസ് ടു മൈനസ് 80 ഇ റൈസ് ടു പ്ലസ് 80, 3 സൈൻ 80, 4 കോസ് 80, പിന്നെ 5ാമത്തത് ഇപ്പോൾ പറഞ്ഞ ടി റൈസ് ടു n. സോ 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s. ഇ റൈസ് ടു മൈനസ് 80യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം മൈനസ് വന്ന ആൻസറിൽ പ്ലസ് വരും, 1/s പ്ലസ് എ. ഇ റൈസ് ടു 80യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അവിടെ പ്ലസ് വന്ന ആൻസറിൽ മൈനസ് വരും, 1/s മൈനസ് എ. സൈൻ 80യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കോസ് 80യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള എസ് ആണ്, അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പിന്നെ ഉള്ളത് ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n+1. സോ സീ ഇൻ ദ നെക്സ്റ്റ്.